ഓം ശാന്തി 4/1/2026 അവ്യക്ത ബാപ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 30/11/2008. മുരളിയുടെ ടൈറ്റിലാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് സമ്പൂർണ്ണ പവിത്രത ധാരണ ചെയ്ത് മനസ്സ സകാശിൽ കൂടി സുഖവും ശാന്തിയുടെയും അഞ്ജലി കൊടുക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. ഇന്ന് ബാപ്ദാദ നാനാഭാഗത്തെയും മഹാൻ കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് മഹാനതയാണ് ചെയ്തത്? എന്താണോ ലോകം അസാധ്യമെന്ന് പറഞ്ഞത് അത് സഹജമായി സാധ്യമാക്കി. അതാണ് പവിത്രതയുടെ വ്രതം. താങ്കൾ എല്ലാവരും പവിത്രതയുടെ വ്രതം ധാരണ ചെയ്തില്ലേ? ബാപ്ദാദയോട് പരിവർത്തനത്തിൻ്റെ ദൃഢസങ്കല്പത്തിൻ്റെ വ്രതം എടുത്തു. വ്രതം എടുക്കുക എന്നാൽ വൃത്തിയുടെ പരിവർത്തനം ചെയ്യുക എന്നാണ്. വൃത്തിയുടെ പരിവർത്തനം എന്താണ്? സങ്കല്പമെടുത്തു, ഞങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഈ വൃത്തിയുടെ പരിവർത്തനം ചെയ്യാൻ ഭക്തരും പല കാര്യങ്ങളുടെ വ്രതമാണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും ബാബയോട് ദൃഢസങ്കല്പം ചെയ്തു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അടിത്തറയാണ് പവിത്രത. പവിത്രതയിലൂടെയാണ് പരമാത്മ സ്നേഹവും സർവ പരമാത്മ പ്രാപ്തികളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യമാണോ മഹാത്മാക്കൾ കഠിനവും അസാധ്യവുമായി കരുതിയിരുന്നത്, താങ്കൾ പവിത്രതയെ സ്വധർമ്മമെന്ന് മനസ്സിലാക്കുന്നു. ബാപ്ദാദ കണ്ടുകൊണ്ടിരിക്കുന്നു, പല വളരെ നല്ല കുട്ടികളുണ്ട്. അവരെല്ലാം സങ്കല്പമെടുത്ത് ദൃഢസങ്കല്പത്തിലൂടെ പ്രാക്ടിക്കലിൽ പരിവർത്തനം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാനാഭാഗത്തെയും മഹാൻ കുട്ടികൾക്ക് ബാപ്ദാദ വളരെയധികം ഹൃദയത്തിൽ നിന്ന് ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും മനസ്സ്, വാക്ക്, കർമ്മം, വൃത്തിയിലും ദൃഷ്ടിയിലും കൂടി പവിത്രത അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? പവിത്രതയുടെ വൃത്തിയുടെ അർത്ഥമാണ് ഓരോ ആത്മാക്കളെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും. ദൃഷ്ടിയിലൂടെ ഓരോ ആത്മാക്കളെയും ആത്മീയ സ്വരൂപത്തിൽ കാണണം. സ്വയത്തിനെയും സഹജമായി, സദാ സഹജമായി ആത്മീയ സ്ഥിതിയുടെ അനുഭവം ചെയ്യണം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹത്വമാണ് മനസ്സ്, വാക്ക്, കർമ്മത്തിൽ പവിത്രത വേണം. പവിത്രത ഇല്ലെങ്കിൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹിമയാണ് സദാ പവിത്രതയുടെ ബലത്തിലൂടെ സ്വയം തന്നെ സ്വയത്തിന് ആശീർവാദം നൽകുന്നു. അങ്ങനെയെങ്കിൽ എന്താശീർവാദം കൊടുക്കും? പവിത്രതയിലൂടെ സദാ സ്വയം സന്തോഷത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു, മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നു. പവിത്രാത്മാവിന് 3 വിശേഷ വരദാനങ്ങളാണ് ലഭിക്കുന്നത്. ഒന്ന്, സ്വയം തന്നെ സ്വയത്തിന് വരദാനം നൽകുന്നു. അത് സഹജമായി ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാക്കുന്നു. വരദാതാവായ ബാബയുടെ സമീപത്തുള്ളവരും പ്രിയപ്പെട്ടവരുമായ കുട്ടികളായി മാറുന്നു. അതിനാൽ ബാബയുടെ ആശീർവാദങ്ങൾ സ്വതവേ പ്രാപ്തമാകുകയും സദാ പ്രാപ്തമാവുകയും ചെയ്യുന്നു. ബ്രാഹ്മണ പരിവാരത്തിൽ വിശേഷിച്ച് നിമിത്തമായിരിക്കുന്നവർ ആരൊക്കെയാണോ അവരിൽ കൂടിയും ആശീർവാദം പ്രാപ്തമായിക്കൊണ്ടിരിക്കും. 3 ആശീർവാദങ്ങളിലൂടെയും സദാ പറക്കുകയും പറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെല്ലാവരും സ്വയത്തോട് ചോദിക്കൂ, സ്വയത്തെ പരിശോധിക്കൂ. പവിത്രതയുടെ ബലവും പവിത്രതയുടെ ഫലവും സദാ അനുഭവപ്പെടുന്നുണ്ടോ? സദാ ആത്മീയ ലഹരിയും ഹൃദയത്തിൽ അഭിമാനവും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചില കുട്ടികൾ അമൃതവേളയിൽ മിലനം നടത്തുമ്പോൾ, ആത്മീയ സംഭാഷണം ചെയ്യുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? പവിത്രതയിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഏത് ഫലം പ്രാപ്തമാകുന്നുണ്ടോ
അത് സദാ ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാതാകും. കാരണം പവിത്രതയുടെ ഫലമാണ് അതീന്ദ്രിയ സുഖം. സ്വയത്തോട് ചോദിക്കൂ, ഞാൻ ആരാണ്? സദാ തൻ്റെ പേരെഴുതുമ്പോൾ എന്താണ് എഴുതുന്നത്? BK ഇന്നയാൾ, BK. അങ്ങനെയല്ലേ? സ്വയത്തെ മാസ്റ്റർ സർവശക്തിവാൻ എന്നല്ലേ പറയുന്നത്? എല്ലാവരും മാസ്റ്റർ സർവശക്തിവാൻ ആണല്ലോ. ആരാണോ ഞങ്ങൾ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന് കരുതുന്നത്, സദാ, ഇടയ്ക്കിടയ്ക്കല്ല, അവർ കൈ ഉയർത്തു. സദാ നോക്കുന്നതും ചിന്തിക്കുന്നതും സദാ ആണോ? ഡബിൾ വിദേശികൾ കൈ ഉയർത്തുന്നില്ല, ചിലർ ഉയർത്തുന്നുണ്ട്. ടീച്ചേഴ്സ് ഉയർത്തു. സദാ ഉണ്ടോ? വെറുതെ ഉയർത്തരുത്. ആരാണോ സദാ ഉള്ളത് അവർ കൈ ഉയർത്തു. വളരെ കുറച്ചു പേരാണ്. പാണ്ഡവർ ഉയർത്തു. പിറകിലിരിക്കുന്നവർ ഉയർത്തു. വളരെ കുറവാണ്. സഭ മുഴുവനും കൈ ഉയർത്തിയില്ല. മാസ്റ്റർ സർവശക്തിവാനാകുമ്പോൾ ആ സമയത്ത് ശക്തികൾ എവിടെ പോകുന്നു? മാസ്റ്ററാണ്. ഇതിൻ്റെ അർത്ഥമാണ് മാസ്റ്റർ ബാബയെക്കാളും ഉയരത്തിലാണ്. പരിശോധിക്കൂ, തീർച്ചയായും പവിത്രതയുടെ അടിത്തറ കുറച്ച് ദുർബലമായിരിക്കും. എന്ത് ദുർബലതയാണ്? മനസ്സിൽ, അതായത് സങ്കല്പത്തിൽ കുറവുണ്ട്, വാക്കിൽ കുറവുണ്ട്, അല്ലെങ്കിൽ കർമ്മത്തിൽ കുറവുണ്ട്, അതുമല്ലെങ്കിൽ സ്വപ്നത്തിൽ കുറവുണ്ട്. കാരണം പവിത്രാത്മാവിൻ്റെ മനസ്സ്, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം, സ്വപ്നം സ്വതവേ ശക്തിശാലി ആയിരിക്കും. വ്രതം എടുത്തു കഴിഞ്ഞാൽ വൃത്തി പരിവർത്തനമാക്കണം. എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആകുന്നത് എന്തുകൊണ്ട്? സമയത്തെ കാണുന്നില്ലേ? സമയത്തിൻ്റെ വിളി, ഭക്തരുടെ വിളി, ആത്മാക്കളുടെ വിളി കേൾക്കുന്നില്ലേ? അപ്രതീക്ഷത്തിൻ്റെ പാഠം എല്ലാവർക്കും പക്കയാണ്. അടിത്തറയുടെ കുറവ് അർത്ഥം പവിത്രതയുടെ കുറവ്. വാക്കിൽ ശുഭഭാവനയും ശുഭകാമനയും ഇല്ല. പവിത്രതയ്ക്ക് വിപരീതമാണ് എങ്കിൽ സമ്പൂർണ്ണ പവിത്രതയുടെ സുഖമായ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് അസാധ്യമായത് സാധ്യമാക്കുക. അതിൽ അത്ര ഇത്ര എന്ന വാക്ക് വരില്ല. എത്രയാണോ വേണ്ടത് അത്രയും ഉണ്ടാകുന്നില്ല. നാളെ അമൃതവേളയിൽ വിശേഷിച്ച് ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. മറ്റുള്ളവരുടേത് ചിന്തിക്കരുത്, മറ്റുള്ളവരെ നോക്കരുത്, സ്വയത്തെ പരിശോധിക്കണം. എത്ര ശതമാനം പവിത്രതയുടെ വ്രതം പാലിക്കുന്നുണ്ട്? 4 കാര്യങ്ങൾ പരിശോധിക്കണം. 1. വൃത്തി. 2. സംബന്ധ സമ്പർക്കത്തിൽ ശുഭഭാവന, ശുഭകാമന. ഇവരിങ്ങനെ തന്നെയാണ് എന്നല്ല. ആ ആത്മാവിനെയും പ്രതി ശുഭഭാവന. നിങ്ങൾ എല്ലാവരും സ്വയം വിശ്വപരിവർത്തകരാണെന്ന് അംഗീകരിച്ചില്ലേ? എല്ലാവരുമല്ലേ? സ്വയം ഞങ്ങൾ വിശ്വപരിവർത്തകരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കൈ ഉയർത്തൂ. ഇതിൽ വളരെ നന്നായി കൈ ഉയർത്തുന്നുണ്ട്. ആശംസകൾ. ബാബ്ദാദ നിങ്ങൾ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ വിശ്വപരിവർത്തകരാകുമ്പോൾ വിശ്വപരിവർത്തനത്തിൽ ഈ പ്രകൃതിയും 5 തത്വങ്ങളും വരുന്നില്ലേ? അവരെ പരിവർത്തനം ചെയ്യാൻ കഴിയുമോ? തന്നെയോ കൂടെയുള്ളവരെയോ കുടുംബത്തെയോ പരിവർത്തനം ചെയ്യാൻ കഴിയുന്നില്ലേ? വിശ്വപരിവർത്തകരെന്നാൽ ആത്മാക്കളെ, പ്രകൃതിയെ, സർവരെയും പരിവർത്തനപ്പെടുത്തണം. തൻ്റെ പ്രതിജ്ഞ ഓർമ്മിക്കൂ. എല്ലാവരും അനേക തവണ ബാബ്ദാദയോട് പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ ബാബ്ദാദ കാണുന്നതിതാണ്. സമയം വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വിളികൾ വളരെയധികം വർദ്ധിക്കുകയാണ്. വിളി കേൾക്കുന്നവർ
പരിവർത്തനം ചെയ്യുന്നവരായ ഉപകാരി ആത്മാക്കൾ ആരൊക്കെയാണ്? താങ്കൾ തന്നെയല്ലേ? ബാബ് ദാദ മുൻപും കേൾപ്പിച്ചതാണ്. പര ഉപകാരി അല്ലെങ്കിൽ വിശ്വ ഉപകാരി ആകുന്നതിനായി 3 വാക്കുകൾ സമാപ്തമാക്കണം. അറിയാമോ? മനസ്സിലാക്കുന്നതിൽ സമർത്ഥരാണ്. ബാബ് ദാദയ്ക്കറിയാം എല്ലാവരും സമർത്ഥരാണ്. ആദ്യത്തെ ഒരു വാക്കാണ് പരചിന്തനം, രണ്ടാമത്തേതാണ് പരദർശനം, മൂന്നാമത്തേതാണ് പരമതം. ഈ 3 പര എന്ന വാക്കുകൾ സമാപ്തമാക്കി പര ഉപകാരി ആകൂ. ഈ 3 വാക്കുകളാണ് വിഘ്നരൂപമാകുന്നത്. ഓർമ്മയുണ്ടല്ലോ, പുതിയ കാര്യമല്ല. നാളെ അമൃതവേളയിൽ പരിശോധിക്കണം. ബാബ് ദാദയും കറങ്ങുന്നുണ്ട്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കും. ഇപ്പോഴാണ് ആവശ്യമുള്ളത്. സമയമനുസരിച്ച്, നിലവിളി അനുസരിച്ച് ഓരോ ദുഃഖികളായ ആത്മാവിനും മനസ്സാ സകാശിലൂടെ സുഖം ശാന്തിയുടെ അഞ്ജലി കൊടുക്കേണ്ടതാണ്. കാരണം എന്താണ്? ബാബ് ദാദ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്രതീക്ഷിതമായി നോക്കുന്നുണ്ട്. കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. കുട്ടികളുടെ കൂടെ പോകണം, ഒറ്റയ്ക്കല്ല പോകേണ്ടത്. കൂടെ വരില്ലേ? കൂടെ പോകുമോ? ഈ മുന്നിലിരിക്കുന്നവർ കൈ ഉയർത്തുന്നില്ല. കൂടെ വരില്ലേ? പോകണമല്ലോ. ബാബ് ദാദയും കുട്ടികളെ കാത്തിരിക്കുകയാണ്. അഡ്വാൻസ് പാർട്ടിയിലുള്ള താങ്കളുടെ ദാദിമാർ, താങ്കളുടെ വിശേഷ പാണ്ഡവർ, താങ്കൾ എല്ലാവരെയും കാത്തിരിക്കുകയാണ്. അവരും ഹൃദയത്തിൽ പക്കാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചു പോകും. കുറച്ചുപേരല്ല, എല്ലാവരും ഒന്നിച്ച് കൂടെ പോകും. നാളെ അമൃതവേളയിൽ സ്വയത്തെ പരിശോധിക്കണം. ഏത് കാര്യത്തിൻ്റെ കുറവാണ് ഉള്ളത്? മനസ്സിൻ്റെയോ വാക്കിൻ്റെയോ കർമ്മത്തിൽ വരുന്നതിൻ്റെയോ? ബാബ് ദാദ ഒരു പ്രാവശ്യം എല്ലാ സെൻ്ററുകളുടെയും ചക്രം കറങ്ങി. പറയട്ടെ എന്താണ് കണ്ടതെന്ന്. ഏത് കാര്യത്തിൻ്റെ കുറവാണ് ഉള്ളത്? ഇതാണ് കാണപ്പെട്ടത്. 1 സെക്കൻഡിൽ പരിവർത്തനം ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇതിൻ്റെ കുറവ് ഉണ്ട്. ഇതാണ് കാണപ്പെട്ടത്. 1 സെക്കൻഡിൽ പരിവർത്തനം ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇതിൻ്റെ കുറവുണ്ട്. സ്റ്റോപ്പ് ഇടുന്നതിൽ മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നു. ബാബ് ദാദ കേൾപ്പിച്ചിട്ടുള്ളതാണ്. അവസാന സമയം ഒരു അവസാന നിമിഷമുണ്ടാകും. അതിലാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. പക്ഷേ എന്താണ് കണ്ടത്? ഇടേണ്ടത് ഫുൾ സ്റ്റോപ്പാണ്, പക്ഷേ വരുന്നത് കോമയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓർമ്മിക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് എന്താണ് നടക്കുന്നത്? ഇതിൽ ആശ്ചര്യ ചിഹ്നം വരുന്നു. ഫുൾ സ്റ്റോപ്പ് വരുന്നില്ല, പക്ഷെ കോമയും ആശ്ചര്യ ചിഹ്നവും. എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളുടെ ക്യൂവും ഉണ്ടാകുന്നു. ഇത് പരിശോധിക്കണം. ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നില്ല എങ്കിൽ അന്തിമഗതി സ്വഗതി ശ്രേഷ്ഠമായിരിക്കില്ല, ഉയർന്നതായിരിക്കില്ല. അതിനാൽ ബാബ് ദാദ ഹോംവർക്ക് നൽകുന്നു. പ്രത്യേകമായി നാളെ അമൃതവേളയിൽ പരിശോധിക്കണം, പരിവർത്തനം ചെയ്യണം. ഇനി ജനുവരി 18 വരെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ അഭ്യാസം ആവർത്തിച്ച് ചെയ്യൂ. ജനുവരി മാസത്തിൽ എല്ലാവർക്കും ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ ഉത്സാഹം വരുമല്ലോ. അപ്പോൾ ജനുവരി 18 എല്ലാവരും തൻ്റെ കുറിപ്പെഴുതി പെട്ടിയിലിടണം. 18-ാം തീയതി ആകുമ്പോൾ റിസൾട്ട് എന്താണ് വന്നത്? ഫുൾ സ്റ്റോപ്പ് ഇട്ടോ അതോ മറ്റ് ചിഹ്നങ്ങൾ വന്നോ? ഇഷ്ടമായോ? ഇഷ്ടമായോ? തലയാട്ടു. ബാബ് ദാദയ്ക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹമുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹമില്ല. എന്തു ചെയ്യും? ഇനി വേഗത്തിൽ
തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ഇപ്പോൾ അലസമായി സഫലത നേടാൻ കഴിയില്ല. പവിത്രതയെ, വ്യക്തിത്വം, യഥാർത്ഥമായത് രാജകീയത എന്നാണ് പറയുന്നത്. തൻ്റെ രാജകീയത ഓർമ്മിക്കൂ. അനാദി രൂപത്തിലും താങ്കൾ ആത്മാക്കൾ ബാബയോടൊപ്പം തൻ്റെ ദേശത്തിൽ വിശേഷ ആത്മാക്കളാണ്. ഏതുപോലെ ആകാശത്തിൽ വിശേഷ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു, അതുപോലെ താങ്കൾ അനാദി രൂപത്തിൽ വിശേഷ നക്ഷത്രമായി പ്രകാശിക്കുന്നു. അപ്പോൾ തൻ്റെ അനാദികാലത്തിൻ്റെ രാജകീയത ഓർമ്മിക്കൂ. പിന്നീട് സത്യയുഗത്തിലേക്ക് വരുമ്പോൾ ദേവതാ രൂപത്തിൻ്റെ രാജകീയത ഓർമ്മിക്കൂ. എല്ലാവരുടെയും തലയിൽ രാജകീയതയുടെ പ്രകാശത്തിൻ്റെ കിരീടമുണ്ട്. അനാദിയും ആദിയും എത്ര രാജകീയമാണ്. പിന്നീട് ദ്വാപരത്തിൽ വരുമ്പോൾ താങ്കളുടെ ചിത്രങ്ങളുടേതുപോലെ റോയൽറ്റി മറ്റാർക്കുമില്ല. നേതാക്കളുടെ, അഭിനേതാക്കളുടെ, ധർമാത്മാക്കളുടെ ചിത്രമുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിത്രത്തിൻ്റെ പൂജയും നിങ്ങളുടെ ചിത്രങ്ങളുടെ വിശേഷതയും എത്ര രാജകീയത ഉള്ളതാണ്. ചിത്രങ്ങൾ കണ്ടിട്ടാണ് എല്ലാവരും സന്തോഷിക്കുന്നത്. ചിത്രങ്ങളിലൂടെ എത്ര ആശീർവാദങ്ങൾ നേടുന്നു. ഈ രാജകീയത എല്ലാം പവിത്രതയുടേതാണ്. പവിത്രത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. പവിത്രതയുടെ കുറവ് സമാപ്തമാകണം. അങ്ങനെയല്ല ആയിക്കോളും, ആ സമയത്ത് വൈരാഗ്യം വരും, നടന്നോളും. വളരെ നല്ല നല്ല കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. ബാബ അങ്ങ് വിഷമിക്കേണ്ട, നടന്നുകൊള്ളും. ബാബ് ദാദയ്ക്ക് ഈ ജനുവരി മാസത്തിനുള്ളിൽ പ്രത്യേകമായി പവിത്രതയിൽ ഓരോരുത്തരെയും സമ്പന്നമാക്കണം. പവിത്രത ബ്രഹ്മചര്യം മാത്രമല്ല, വ്യർത്ഥ സങ്കല്പങ്ങളും അപവിത്രതയാണ്. വ്യർത്ഥമായ വാക്കുകൾ, ആവേശത്തിൻ്റെ വാക്കുകൾ, അതിനെയാണ് പറയുന്നത് ക്രോധത്തിൻ്റെ അംശം ആവേശമെന്ന്. ഇതും സമാപ്തമാകണം. സംസ്കാരം അതുപോലെയാകണം. നിങ്ങളെ ദൂരെ കാണുമ്പോൾ തന്നെ പവിത്രതയുടെ വൈബ്രേഷൻ നേടണം. നിങ്ങളുടേതുപോലെയുള്ള പവിത്രത റിസൾട്ടായി ആത്മാവും പവിത്രം, ശരീരവും പവിത്രം, ഡബിൾ പവിത്രത പ്രാപ്തമാകും. ആദ്യമായി വരുന്ന കുട്ടികൾ ബാബയുടെ ഏത് വരദാനമാണ് പ്രാപ്തമാക്കുന്നത്? ഓർമ്മയുണ്ടോ? പവിത്ര ഭവ, യോഗി ഭവ. ഈ രണ്ട് കാര്യങ്ങളും ഒന്നാണ് പവിത്രത, രണ്ടാമത്തേത് ഫുൾ സ്റ്റോപ്പ്, യോഗി. ഇഷ്ടമായോ? ബാബ് ദാദ അമൃതവേളയിൽ കറങ്ങിക്കാണും. സെന്ററുകളിലും കറങ്ങും. ബാബ് ദാദയ്ക്ക് 1 സെക്കൻഡിൽ 4 ഭാഗത്തും ചുറ്റിക്കറങ്ങാൻ കഴിയും. ഈ ജനുവരിയിൽ അവ്യക്ത മാസത്തിൻ്റെ ഏതെങ്കിലും പുതിയ പ്ലാൻ തയ്യാറാക്കൂ. മനസ്സാ സേവനം, മനസ്സാ സ്ഥിതി, അവ്യക്ത കർമ്മവും വാക്കും ഇതിനെ വർദ്ധിപ്പിക്കൂ. 18 ജനുവരിക്ക് ബാബ് ദാദ എല്ലാവരുടെയും റിസൾട്ട് നോക്കും. സ്നേഹമുണ്ടല്ലോ. 18 ജനുവരി അമൃതവേള മുതൽ സ്നേഹത്തിൻ്റെ മാത്രം കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും പരാതിപ്പെടുന്നു, ബാബ എന്തിനാണ് അവ്യക്തമായത് എന്ന്. അപ്പോൾ ബാബയും പരാതി പറയുന്നു, സാകാരത്തിലിരുന്നും ബാബയ്ക്ക് സമാനമാകുന്നത് എപ്പോഴാണ്? ഇന്ന് കുറച്ച് കൂടുതലായി അറ്റൻഷൻ കൊണ്ടുവരുന്നു. സ്നേഹിക്കുന്നുണ്ട്. അറ്റൻഷൻ കൊണ്ടുവരുന്നത് മാത്രമല്ല, സ്നേഹിക്കുന്നുമുണ്ട്. ബാബ ആഗ്രഹിക്കുന്നതിതാണ്, എൻ്റെ ഒരു കുട്ടിയും പിറകിലാകരുത്. ഓരോ കർമ്മത്തിൻ്റെയും ശ്രീമത്ത് പരിശോധിക്കണം. അമൃതവേള മുതൽ രാത്രി വരെ കർമ്മത്തിൻ്റെ ഏതെല്ലാം ശ്രീമത്ത് കിട്ടിയിട്ടുണ്ടോ അത് പരിശോധിക്കണം. ദൃഢമാണല്ലോ. കൂടെ പോകണമല്ലോ. പോകണമെങ്കിൽ കൈ ഉയർത്തൂ. പോകണോ? ശരി. ടീച്ചേഴ്സ്, പിറകിലുള്ളവർ, പാണ്ഡവർ കൈ ഉയർത്തൂ. സമാനമാകണം.
അപ്പോൾ കയ്യിൽ കൈ കൊടുത്ത് പോകാമല്ലോ. ചെയ്തേ മതിയാകൂ. ആയിത്തീരണം. ഈ ദൃഢസങ്കല്പമെടുക്കൂ. 15-20 ദിവസം ഈ ദൃഢതയുണ്ടാകും. പിന്നെ കുറച്ച് അലസത വരുന്നു. അതിനാൽ അലസത സമാപ്തമാക്കൂ. കൂടുതലായും കാണുന്നത് 1 മാസം മുഴുവൻ ഉത്സാഹമുണ്ടാകും, ദൃഢത ഉണ്ടാകും. 1 മാസത്തിന് ശേഷം കുറച്ച് അലസത തുടങ്ങും. ഇപ്പോൾ ഈ വർഷം സമാപ്തമാകും. അപ്പോൾ എന്ത് സമാപ്തമാക്കും? വർഷം സമാപ്തമാകും. വർഷത്തിനോടൊപ്പം ഏത് സങ്കല്പത്തിൽ ഏതെല്ലാം ധാരണയുടെ കുറവുണ്ടോ അതിനെ സമാപ്തമാക്കണം. ചെയ്യുമല്ലോ. കൈ ഉയർത്തുന്നില്ലേ? സ്വാഭാവികമായി ഹൃദയത്തിൽ നിന്ന് ഈ ശബ്ദം മുഴങ്ങണം. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. പോകുന്നത് മാത്രമല്ല, രാജ്യത്തിലും വരണം. ശരി, ആരെല്ലാമാണോ ബാബ്ദാദയെ കാണുന്നതിനായി ആദ്യമായി വന്നത് അവർ കൈ ഉയർത്തൂ. എഴുന്നേറ്റ് നിൽക്കൂ. ആദ്യമായി വന്നിട്ടുള്ളവർക്ക് പ്രത്യേകമായി ആശംസകൾ നൽകുന്നു. ലേറ്റായിട്ടാണ് വന്നത്, ടു ലേറ്റ് ആയിട്ടില്ല. തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ വരദാനം സദാ ഓർമ്മയിൽ ഉണ്ടാകണം. തീവ്ര പുരുഷാർത്ഥം ചെയ്യണം. ചെയ്യും എന്നല്ല, ചെയ്തേ മതിയാകൂ. ലാസ്റ്റ് സോ ഫാസ്റ്റായി, ഫാസ്റ്റ് സോ ഫസ്റ്റ് ആകണം. ശരി, നാനാഭാഗത്തെയും മഹാൻ പവിത്രാത്മാക്കൾക്ക് ബാബ്ദാദയുടെ വിശേഷമായ ഹൃദയത്തിൻ്റെ ആശീർവാദങ്ങൾ, ഹൃദയത്തിൻ്റെ സ്നേഹം, ഹൃദയത്തിൽ ലയിക്കുന്നതിൻ്റെ ആശംസകളും. ബാബ്ദാദയ്ക്കറിയാം, സന്ദർശനം ഉണ്ടാകുമ്പോഴെല്ലാം നാനാഭാഗത്തുമുള്ള കുട്ടികൾ ഇമെയിലിലൂടെയോ മറ്റ് പല മാർഗങ്ങളിലൂടെയോ അവരുടെ സ്നേഹസ്മരണകൾ അയക്കുന്നു. അതിനു മുൻപ് എല്ലാവരുടെയും സ്നേഹസ്മരണകൾ എത്തിച്ചേരുന്നു. കാരണം വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ കുട്ടികളാണ്. അവരുടെ ബന്ധം വളരെ വേഗം എത്തിച്ചേരുന്നു. നിങ്ങൾ 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് മുന്നിൽ കാണുന്നത്. എന്നാൽ ആ യഥാർത്ഥ യോഗ്യരായ ആത്മാക്കളുടെ സ്നേഹസ്മരണകൾ ആ നിമിഷം ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേരുന്നു. ആരൊക്കെയാണോ മാർഗമില്ലാതെ ഹൃദയത്തിൽ ഓർമ്മിച്ചിരുന്നെങ്കിലും അവരുടെ സ്നേഹസ്മരണകൾ എത്തിച്ചേർന്നു. ബാബ്ദാദ ഓരോ കുട്ടിക്കും ദശലക്ഷക്കണക്കിന് സ്നേഹസ്മരണകൾ മറുപടിയായി നൽകുന്നു. ഇനി നാനാഭാഗത്തും ഇപ്പോൾ 2 വാക്ക് കൊടുക്കൂ. ഒന്ന് ഫുൾ സ്റ്റോപ്പ്, രണ്ടാമത്തേത് മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിലും സമ്പൂർണ്ണ പവിത്രത വ്യാപിപ്പിക്കണം. ദുർബലരായവർക്കും സഹയോഗം നൽകി ശക്തരാക്കുക. ഇത് ഒരു വലിയ പുണ്യമാണ്. ഉപേക്ഷിക്കരുത്. ഇവരിങ്ങനെയാണ്, ഇത് മാറാൻ കഴിയില്ല, ശപിക്കരുത്. പുണ്യപ്രവൃത്തി ചെയ്യൂ. പരിവർത്തനമായി കാണിച്ചു തരാം. പരിവർത്തനമാകേണ്ടതുണ്ട്. അവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കൂ. വീണുപോയവരെ വീഴാൻ അനുവദിക്കരുത്. ആശ്രയം നൽകൂ. അവർക്ക് ശക്തി നൽകൂ. നാനാഭാഗത്തുമുള്ള സന്തോഷം പകരുന്ന എല്ലാ ഭാഗ്യവാന്മാരും സന്തോഷവാന്മാരുമായ കുട്ടികൾക്ക് വളരെയധികം സ്നേഹസ്മരണകളും നമസ്തേയും. വരദാനം: പരിശോധിക്കുന്നതിൻ്റെ വിശേഷതയെ തൻ്റെ യഥാർത്ഥ സംസ്കാരമാക്കുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും, എന്ത് വാക്കുകൾ പറഞ്ഞാലും, എന്ത് പ്രവൃത്തി ചെയ്താലും, എന്ത് സമ്പർക്കത്തിൽ വന്നാലും ഇത് ബാബയ്ക്ക് സമാനമാണോ എന്ന് പരിശോധിക്കുക. ആദ്യം പൊരുത്തപ്പെടുത്തുക, പിന്നെ പ്രായോഗികമാക്കുക. സ്ഥൂലത്തിൽ പല ആത്മാക്കൾക്കും സംസ്കാരമുള്ളതുപോലെ ആദ്യം പരിശോധിക്കുകയും പിന്നീട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മഹാൻ പവിത്ര ആത്മാക്കളായ നിങ്ങളും പരിശോധനയുടെ യന്ത്രം വേഗത്തിലാക്കൂ. ഇതിനെ നിങ്ങളുടെ യഥാർത്ഥ സംസ്കാരമാക്കൂ.
ഇതാണ് ഏറ്റവും വലിയ മഹാനത. സ്ലോഗൻ: സ്നേഹം തിരികെ നൽകുക എന്നാൽ സമ്പൂർണ്ണ പവിത്രവും യോഗിയും ആകുക എന്നതാണ്. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായി ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. നിലവിലുള്ളതോ അല്ലെങ്കിൽ വരാൻ പോകുന്നതോ ആയ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും പ്രകൃതിയുടെ 5 തത്വങ്ങളും പൂർണ്ണമായും കുലുക്കാൻ ശ്രമിക്കും. എന്നാൽ ജീവൻ മുക്ത വിദേഹ അവസ്ഥയുടെ അഭ്യാസിയായ ആത്മാവ് അചഞ്ചലവും ദൃഢവുമായി പാസ് വിത്ത് ഓണറായി എല്ലാ കാര്യങ്ങളെയും സഹജമായി തരണം ചെയ്യും. അതിനാൽ നിരന്തരം കർമ്മയോഗിയുടെയും നിരന്തരം സഹജയോഗിയുടെയും നിരന്തരം മുക്താത്മാവിൻ്റെയും സംസ്കാരം ഇപ്പോൾ മുതൽ അനുഭവത്തിൽ കൊണ്ടുവരണം. ഓം ശാന്തി.